ഇവിടെ ആകുമ്പോൾ സേഫാണ്. എൻ്റെ അമ്മന് പിന്നെ നേരത്തിന് ഭക്ഷണം കൊടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഇവർ ഓക്കെയാണ്. അപ്പോൾ അവരത്രയും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. എൻ്റെ മുമ്പിൽ വേറെ നിവൃത്തിയില്ല. ഇന്നലെ കണ്ട ഒരു സംഭവമാണ്. ഒരു വ്യക്തി അയാളുടെ പിന്നെ അമ്മയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും നല്ല ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടാക്കിയപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ എന്തായാലും വിമർശിക്കുമല്ലോ. നമ്മൾ സ്വന്തം വൃദ്ധസദനം നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിപ്പോൾ അതിൻ്റെ പല രൂപങ്ങളും നമുക്ക് കാണാൻ പറ്റും. വളരെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇവരെ ഉപദ്രവിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം കരഞ്ഞ് പറയുന്നൊരു കാര്യം എന്താ അറിയോ, പിന്നെ ഞാൻ ഒരു നിമിഷം പോലും എനിക്ക് അമ്മനെ വിട്ടു നിൽക്കുന്ന ഇഷ്ടമല്ല, പക്ഷേ എന്നെക്കൊണ്ട് കഴിയണില്ല. കാരണം അയാൾക്ക് ഒരുപാട് അസുഖങ്ങൾ, നോക്കാൻ വേറെ ആരുമില്ല, അയാൾക്ക് ഭാര്യ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അമ്മനെ നോക്കാൻ എനിക്ക് പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ എന്താ ചെയ്യുക. ഇവിടെ ആകുമ്പോൾ സേഫാണ്. എൻ്റെ അമ്മന് പിന്നെ നേരത്തിന് ഭക്ഷണം കൊടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഇവർ ഓക്കെയാണ്. അപ്പോൾ അവരത്രയും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. എൻ്റെ മുമ്പിൽ വേറെ നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കരയാണ്. എന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് താങ്ങി പിടിച്ചിട്ട് ഇയാൾ ആ വീൽചെയർക്ക് ഇരുത്തുന്നു, ആ കാല് ശരിയായി കൊടുക്കുന്നു. ആ കാലോട് അവിടെ ഇരുന്നിട്ട് ആ കാലോട് ചേർന്നിട്ട് ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ അവിടെ ആക്കി തിരിച്ചു പോരണല്ലോ. അപ്പോൾ ആ ഒരു സങ്കടം നല്ലോണം മനസ്സിലുണ്ട്. പക്ഷേ എൻ്റെ കഴിവുകൾക്ക് അപ്പുറത്ത് സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഇവിടെയുള്ള ആളുകൾ സഹായിക്കും, അല്ലെങ്കിൽ അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, ഒരു കുറവും വരുത്തൂല എന്ന ഒരു അങ്ങേയറ്റത്തെ പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇതൊരു ഭാഗത്ത്. പിന്നെ ഇതിനോട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റിയ മറ്റൊരു വിഷയം, ഇന്നലെ ഇങ്ങനെ ഒരാൾ സംസാരിച്ചപ്പോൾ 10 മക്കളുണ്ട്. അവർ 8 ആൺമക്കളും 2 പെൺമക്കളുമാണ്. അതിൽ പിന്നെ വാപ്പാക്ക് ഇപ്പോൾ ഏകദേശം 80 വയസ്സിന് മുകളിലുണ്ട്. നല്ല ഹെൽത്തിയാണ്, മാഷാഅല്ലാഹ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം എല്ലാവരും വേറെ വേറെ വീടൊക്കെ വെച്ച് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദർശപരമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഈ ചെറിയ മകനും ഈ വാപ്പി മാത്രമാണ്. അപ്പോൾ ചെറിയ മകന് അടുത്തില്ല, വേറെ സ്ഥലത്ത് ജോലിയാണ്. കൂടെ ഇപ്പോൾ ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ ദിവസവും വിളിക്കും, അസ്സലാമു അലൈക്കും, എന്തൊക്കെ കുട്ടിയെ വർത്താനം, സുഖല്ലേ, എന്നാൽ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും, എന്നും വിളിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് വെച്ചാൽ നമ്മളെ 8-10 മക്കളുണ്ടെങ്കിലും ഓരോരുത്തരോട് ചിലപ്പോൾ ഓരോരുത്തർക്കും തൻ്റെ അടുത്ത് വീട്ടിലൊപ്പമില്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സലാം പറച്ചിലും എന്തൊക്കെ വർത്താനം എന്ന് അറിയിക്കൽ ആ വാപ്പ നടത്തുന്നുണ്ടാവും. തിരിച്ച് നമുക്ക് ഒരു വാപ്പയിലേ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു വാപ്പാനെ നമുക്ക് ഒരു ദിവസം ശരിക്കും അങ്ങനെ വിളിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലേ ചില അമ്മയും വാപ്പയൊക്കെ പറയുന്നത് എന്നും വിളിക്കൊണ്ട് അതിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ ആ ഒരു ചിലപ്പോൾ ആ സംസാരം അവിടെ ബാക്കിയാവും. മക്കളുടെ തിരക്കെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല, ഒന്ന് വിളിക്കാൻ ശ്രമിക്കില്ല. പക്ഷേ ഈ ഒരു വാപ്പ ഒരു പക്ഷേ ഒരു മകനൊക്കെ ചിലപ്പോൾ വീട്ടിൽ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും വേറെ. അപ്പോൾ എല്ലാവരും ഒരു വാപ്പ വിളിക്കുന്നതെന്ന് ആലോചിച്ചൊക്കെയാണ് എല്ലാ ദിവസം. അപ്പോൾ വാപ്പാക്ക് വേറെ പണിയൊന്നുമല്ലല്ലോ നമ്മൾ വിചാരിച്ചു. അങ്ങനെയൊന്നുമല്ല, വാപ്പാക്ക് വാപ്പാൻ്റെ ചുറ്റുപാടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ആ ഒരു സ്നേഹമാണ്. പക്ഷെ അത് തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഗൾഫിലുള്ള മക്കൾ ഒരു ദിവസം ഒരു 2 മിനിറ്റ് അല്ലേ, അതിനു വേണ്ടി സമയം നമ്മൾ കണ്ടെത്തന്നെ വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരിക്ക് ഈ സ്നേഹബന്ധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊക്കെ കൈമാറുമ്പോൾ അതിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലൂടെ ഒരു സന്തോഷം നമുക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായും ലോകത്ത് മനുഷ്യന് ഹാപ്പിനെസ് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബന്ധങ്ങളാണെന്ന് പറഞ്ഞു. ആ ബന്ധങ്ങളിൽ തന്നെ ഇസ്ലാം പറഞ്ഞത് ഏറ്റവും വലിയ ബന്ധം മാതാപിതാക്കളായിട്ടുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. പക്ഷെ അവിടെയൊക്കെ സംഭവിക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുനാളിലുള്ള മാതാപിതാക്കളായിട്ടുള്ള ബന്ധവും സ്നേഹവും ഇഷ്ടമൊക്കെ കാലത്തിൻ്റെ ആ ഒരു ദൈർഘ്യത്തിനനുസരിച്ച് അതിലിങ്ങനെ വിള്ളലുകൾ വരുന്നു. പിന്നെ പിന്നെ ഈ ബന്ധമൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറുന്നു. ഈ ബാധ്യതയായി മാറുന്ന ബന്ധങ്ങൾക്ക് പിന്നെ ഒരു തരം ഭാരമാണ്. അപ്പോൾ അത് എവിടെ മുതലാണ് ഇത് ബാധ്യതയായി മാറിയത്? എന്തുകൊണ്ടായിരിക്കും അത് ബാധ്യത? അപ്പോൾ ഒരാളുടെ പിന്നെ അയാളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? പർപ്പസ് എന്താണ്?
ആ മെയിൻ അദ്ദേഹത്തിൻ്റെ എയിം, ലക്ഷ്യം അത് മാറിയാണ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡറി തിങ്സ് ആയിട്ട് മാറാണല്ലോ. അപ്പം അതിലാണ് ഇപ്പോൾ മാതാപിതാക്കൾ എന്നുള്ളത് ജനിച്ച അന്ന് മുതൽ മരിക്കണവരെ മെയിനാണ്. അതെ. മെയിൻ വേറെ പലതുമായി മാറുമ്പോൾ പിന്നെ അതിലേക്കായി ശ്രദ്ധകൾ. പിന്നെ ഇത് ഒരു കിറാമുട്ടിയായി മാറി പോവുകയാണ് പലർക്കും. പക്ഷെ അവിടെ ഒന്നുള്ളത് ഒരു ബോണ്ടിങ് ഉണ്ട്, അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം. അത് പൊതുവേ മനുഷ്യനിൽ നിലനിൽക്കുന്ന ഒന്നാണ്. എവിടെ ഒരു അറ്റാച്ച്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ നിലക്കുന്നിടത്ത് അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെട്ടു പോകും. ഏത് ബന്ധങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. മിണ്ടി മിണ്ടി മിണ്ടാതായവരെ കുറിച്ച് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അതെ. ആദ്യമൊക്കെ മിണ്ടി മിണ്ടി പിന്നെ പതിയെ പതിയെ മിണ്ടാതായിപ്പോയി. അപ്പം മിണ്ടാതായി പോയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പല താല്പര്യങ്ങളിലേക്ക് മാറിപ്പോയി. കുറേ വർത്തമാനം പറയാതെ ആയപ്പം പിന്നെ പതിയെ പതിയെ നമ്മൾ ആ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകണം. സൗഹൃദങ്ങൾ പോലും അങ്ങനെയാണല്ലോ. എപ്പോഴും കാണാനും മിണ്ടാനും സംസാരിക്കാനും കഴിയുന്ന ആളുകൾ എപ്പോഴും അതിങ്ങനെ നിലനിർത്താണ്ടാവും. എന്നാൽ ഇടയ്ക്ക് ഏതോ ഒരു ഗ്യാപ്പ് വെച്ച് ചിലപ്പോൾ ഗൾഫിൽ പോയ കുറേ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. പിന്നെ അതോടുകൂടി ഗൾഫിൽ പോയി പിന്നെ ചാൻസ് പിന്നെ ഇപ്പോൾ കാണലൊന്നും അതിൻ്റെ ഇടയ്ക്ക് വന്നത്രേ അറിയില്ല. പിന്നെ കാണാനും പറ്റിയിട്ടില്ല. ഒന്നും ഇങ്ങനെ ഫോൺ ഉണ്ടായിരുന്നു, ഫോൺ വിളിച്ചിരുന്നു, വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണണമെന്ന് പറഞ്ഞു, കണ്ടിട്ടുമില്ല. ഓൻ കഴിഞ്ഞ് ഓൻ പോയും ചെയ്തു. അത് അപ്പം അതൊക്കെ ഒരു സൗഹൃദ ബന്ധമാണെങ്കിലും പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് മാതാപിതാക്കളായിട്ടുള്ള ബന്ധം. കെട്ടിച്ചയക്കുന്നതോടുകൂടി ആദ്യത്തിലെ വരവും പോക്കും എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ ഇങ്ങനെ ലക്ഷ്യങ്ങളൊക്കെ മാറി ഇങ്ങനെ പോയി. പ്രാധാന്യങ്ങളൊക്കെ പലതിനുമായി. സമയമില്ലാതെയായി. ഈ സമയമില്ലാതായപ്പോഴൊക്കെ സംഭവിക്കണമെന്നാണ് സംസാരിക്കാൻ പറ്റാതെ ആകുന്നുള്ളതാണ്. സംസാരിക്കാൻ പറ്റാതെ ആകുമ്പം അറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്മെൻ്റായി മാറുന്നു. പക്ഷെ അങ്ങനെ മാറാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ മാറാൻ അവസരം കൊടുത്താൽ നമ്മൾ മറന്നു പോകും. ആ മറന്നു പോകുന്നതാണ് ഏറ്റവും അപകടം. അവിടെ പിന്നെ ഒറ്റപ്പെടുന്നത് അവരുടെ അസംതൃപ്തി ഉണ്ടാവും. മാതാപിതാക്കളുടെ അസംതൃപ്തി നമുക്ക് അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാക്കും. നമുക്ക് ശരിക്കും ഒരു പ്ലാൻ ഓരോ ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ സമയം കിട്ടും. നമുക്കൊരു അടുക്കും ചിട്ടി ഉണ്ടെങ്കിൽ കിട്ടും. ഇപ്പം നമ്മൾ ഇന്നലെ ഏറ്റവും അടുത്ത ഒരാൾ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ വന്നപ്പോൾ അവനിങ്ങനെ ചിലപ്പോൾ ഒരു മാസത്തിലോ അല്ലെങ്കിൽ 1.5 മാസം കൂടുമ്പോഴൊക്കെ നാട്ടിലേക്ക് വരും. ദുബായിലാണ്. അവിടെ ഇങ്ങനെ ട്രാൻസ്ലേഷൻ ഇത് അങ്ങനത്തെ ആയിട്ട് ജോലിയാണ്. ഒക്കെ അൽഹംദുലില്ലാ റാഹത്താണ് ലൈഫ്. അപ്പോൾ ഇങ്ങനെ ചില ആൾക്കാർ പറയും, അവനൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഓരോ മാസം വരികയാണ്. അപ്പോൾ ഇന്നലെ നമ്മളൊന്നും മനസ്സിലങ്ങനെയല്ല. പക്ഷെ അങ്ങനെ ഓൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പൈസ അപ്പോൾ നമുക്ക് ഒരു ടിക്കറ്റിൻ്റെ പൈസ ആവുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പോയി വരാനുള്ളത്. പക്ഷേ ഈ ബന്ധങ്ങളെ നമുക്ക് ലൈഫ് അങ്ങനെ പോവല്ലേ. അപ്പോൾ നമുക്ക് ലീവ് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് വരാം. അപ്പോൾ അതുണ്ടാവുള്ളല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ വീടുകൾ കൂടെ ഒക്കെ വരും. അമ്മയാള് വീടും അങ്ങനെയൊക്കെ പോകും. അങ്ങനത്തെ ഒരാളാണ്. ഗൾഫിൽ നിന്ന് ചിലപ്പോൾ ഒരാഴ്ചക്കൊക്കെ വരും. ആ വരവിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും. അതൊക്കെ വലിയൊരു കാര്യമാണ്. അതിന് പറ്റുക എന്നുള്ളതും അതിന് ശ്രമിക്കുക എന്നുള്ളതും.